മധ്യകേരളത്തിലെ പ്രധാന ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂരിലേത്. സാധാരണക്കാരാണവിടെ കൂടുതലായും എത്തുന്നത്. ഇത് ഒരു ചരിത്രം തന്നെയാവും. പാലക്കാട് നിന്നുമാണ് ഭരണിദർശനത്തിന് അനേകായിരങ്ങൾ എത്തുന്നത്. കണ്ണകി ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് കൊടുങ്ങല്ലൂര് ക്ഷേത്രത്തിന്റെ പ്രധാന ഐതിഹ്യം. മധുരയെ ചുട്ടെരിച്ച് ചിലമ്പാട്ടമാടി കണ്ണകി താണ്ഡവമാടുകയായിരുന്നു. കോപം ശമിച്ചപ്പോൾ വൈഗാനദീതീരത്തുകൂടി നടന്ന് ചേരരാജ്യമായ കേരളത്തിലെത്തുകയും വേങ്ങച്ചുവട്ടില് മരിച്ചു വീഴുകയും ചെയ്തു. ഇന്ദ്രനും ദൂതന്മാരും കണ്ണകിയെ ദിവ്യരഥത്തില് കൊണ്ടുപോകുന്നത് കണ്ട മലവേടന്മാരുടെ സൗഖ്യമറിയുന്നതിനായി ചേരരാജന് ചെങ്കുട്ടവനും രാജ്ഞിയും എത്തിയപ്പോൾ മലവേടന്മാര് ഈ അത്ഭുതകഥ ഉണർത്തിക്കുകയുണ്ടായി. ഇതുകേട്ട മഹാരാജ്ഞി ചേരരാജ്യത്തിന്റെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂരിലെ ദേവിക്കുവേണ്ടി വീരക്കല്ല് നാട്ടുവാന് തീരുമാനിച്ചു. ഇവിടെ പ്രതിഷ്ഠയ്ക്കുള്ള ശില ഹിമാലയത്തില് നിന്നുകൊണ്ടുവരുവാനായിരുന്നു തീർച്ചപ്പെടുത്തിയത്. എന്നാല് ചെങ്കുട്ടവന്റെ ഈ നീക്കത്തിനെതിരായിരുന്നു ഉത്തരേന്ത്യയിലെ ചില രാജാക്കന്മാര്. അവരെയെല്ലാം യുദ്ധത്തില് തോൽപ്പിച്ചാണ് ഹിമാലയത്തില് നിന്നും ശില കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തിയത്. ഈ പ്രതിഷ്ഠാ മഹോത്സവത്തില് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാര് വന്നെത്തി.